ആണുങ്ങളെക്കാട്ടിൽ മൂഡ് ഫ്ലക്ച്വേഷൻസ് ഒരുപാട് കൂടുതലാണ് ലേഡീസിന്. നിങ്ങളുടെ വീട്ടിലുള്ള അമ്മയാകാം, ഭാര്യയാകാം, മൂഡ് ഫ്ലക്ച്വേഷൻസ് ഒരുപാട് കൂടുതലുള്ള ഒരാളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് ദിസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ദം ആൻഡ് മേക്ക് ദ മൂഡ് സ്റ്റേബിൾ. നമ്പർ 1, അവർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശീലിക്കുക. അതായത് എന്നും ഉണ്ടാക്കി തരുന്ന ആഹാരമായിരിക്കാം, എന്നും തേച്ച് തരുന്ന തുണി ആയിരിക്കാം, എന്നും കഴുകി തരുന്ന പാത്രങ്ങളായിരിക്കാം, പക്ഷെ അതിന് ദേ ഡിസേർവ് എൻ അപ്രീസിയേഷൻ. എനിക്കൊരു വിലയുണ്ട്, ഞാൻ ചെയ്യുന്നതിന് അവർ ഒരു നന്ദി കാണിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പം ദിസ് വിൽ മേക്ക് ദ മൂഡ് സ്റ്റേബിൾ. നമ്പർ 2, ഫിസിക്കൽ ടച്ച്. അമ്മമാരാണെങ്കിലും മക്കളാണെങ്കിലും വൈഫാണെങ്കിലും അവർക്ക് ഏറ്റവും ലേഡീസിൻ്റെ ഒരു മൂഡ് സ്റ്റേബിൾ ആക്കുന്ന വൺ മേജർ തിങ് ഇസ് ദ ഹഗ് യു ഗിവ് ദം, ഒരു വാം ഹഗ്. നമ്പർ 3, ഓഫറിങ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ഇൻ ഹൗസ്. അതായത് അടുക്കളയിലാണെങ്കിലും തുണി മടക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും പാത്രം കഴുകുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതൊക്കെ നമ്മളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അതിനകത്തുണ്ടെങ്കിൽ ദിസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഇൻ മേക്കിംഗ് ദിയർ മൂഡ് സ്റ്റേബിൾ. നമ്പർ 4 ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ക്വാളിറ്റി ടൈം. അതെന്താണെന്ന് വെച്ചാൽ ഫോണോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പോ ടാബോ ഒന്നുമില്ലാതെ കുറച്ച് നേരം അവർ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക. വർക്കിംഗ് ലേഡി ആണെങ്കിലും വീട്ടിലുള്ള ആളാണെങ്കിലും അവർ പറയുന്നത് കേൾക്കാൻ ഒരാളില്ല എന്ന് തോന്നുമ്പോഴാണ് ഈ മൂഡ് ഫ്ലക്ച്വേഷൻസ് ഒരുപാട് ഉണ്ടാകുന്നത്. നീ പറയുന്നത് എന്തും കേൾക്കാം, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ കേൾക്കാം. ചെറുതായിട്ട് ഞാൻ പറയുന്നത് ഫുൾ ടൈം നിങ്ങളുടെ വർക്കൊന്നും മാറ്റിവെച്ച് ചെയ്യണം എന്നല്ല, പക്ഷേ നമ്മൾക്കായിട്ട് ആ വീട്ടിലുള്ള ഒരാളുള്ളപ്പം അവർക്കായിട്ട് നമ്മളും വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൈ ദിസ് ഔട്ട്. ഐ എം ഷുവർ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി സ്ട്രെങ്തൻ യുവർ ബോണ്ട്.